ശ്രാവൺ ആ ഫോൺ എടുത്ത് നോക്കി. താര, ഇത് ആരുടെങ്കിലും കയ്യിൽ നിന്ന് വീണുപോയതായിരിക്കും. ശ്രാവൺ താരയെ നോക്കി പറഞ്ഞു. അവർ രണ്ടുപേരും കുറെ നേരം അവിടെ സംസാരിച്ചിരുന്നു. എന്നിട്ടും ആരെയും കണ്ടില്ല. ഇനിയിപ്പോ ആരും വരുമെന്ന് തോന്നുന്നില്ല. ഇനി അഥവാ ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ നമുക്കിത് തിരിച്ചു നൽകാം. തൽക്കാലം നീ ഇത് വെച്ചോ. ഫോൺ അവളെ ഏൽപ്പിച്ച് ശ്രാവൺ അവളോടൊപ്പം തിരിച്ചുപോയി. താരയെ അവളുടെ വില്ലയിലാക്കി ശ്രാവൺ വേഗം അവന്റെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയപ്പോൾ ശ്രാവൺ കാണുന്നത് അവനെ കാത്തിരിക്കുന്ന കൂട്ടുകാരെയാണ്. നീ ഇതെവിടെയായിരുന്നു ശ്രാവൺ? ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? കുറെ നാളായില്ലേ നമ്മൾ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയിട്ട്, വിപിൻ പറഞ്ഞു. അപ്പോഴാണ് കോളേജിൽ നിന്നും എല്ലാവർക്കും മെസ്സേജ് വന്നത്. എത്രയും പെട്ടെന്ന് എല്ലാ സ്റ്റുഡൻസും കോളേജ് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണമെന്ന്. അത് കേട്ടതും അവരെല്ലാവരും അമ്പരന്നു. ഈ സമയത്ത് ഇങ്ങനൊരു അറിയിപ്പ് ആരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. വേഗം കോളേജിലേക്ക് തിരിച്ചു. ശ്രാവണും വിപിനും ശ്രീഹരിയും അർജുനും കൂടി ചെന്നപ്പോഴേക്കും ഓഡിറ്റോറിയം ഏകദേശം നിറഞ്ഞു കവിയാറായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കിട്ടിയ ലാസ്റ്റ് ബെഞ്ചിൽ പോയിരുന്നു. ശ്രീഹരി എല്ലാവരെയും ഒന്ന് നോക്കി. അപ്പോഴാണ് ശ്രാവണിനെ നോക്കി ദഹിപ്പിക്കുന്ന മേഘയെ കണ്ടത്. ശ്രീഹരി ശ്രാവണിനെ ഒന്ന് തട്ടി വിളിച്ചു. ഡാടാ നോക്കടാ, ആ മേഘ കള്ളിയങ്കാട്ട് നീലിയെ പോലെ നിന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ശ്രാവണിന് പെട്ടെന്ന് ഓർമ്മ വന്നത് റെസ്റ്റോറന്റിൽ വെച്ച് ആളുകൾ മേഘയെ നന്നായി പെരുമാറി വിട്ടതാ. അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. പക്ഷേ തന്റെ കൂട്ടുകാർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവില്ലാത്തതുകൊണ്ട് അവൻ ആ ചിരി വിദഗ്ധമായി ഒളിപ്പിച്ചു. പെട്ടെന്നാണ് കോളേജിലെ പ്രൊഫസറായ കേശവ്നാഥ് ഓഡിറ്റോറിയത്തിലേക്ക് കയറി വന്നത്. എല്ലാവരും വിനയപൂർവ്വം എഴുന്നേറ്റ് നിന്നു. പ്രൊഫസർ നേരെ സ്റ്റേജിലേക്ക് കയറി മൈക്കിന് മുന്നിൽ നിന്നു. ഡിയർ സ്റ്റുഡൻസ്, പെട്ടെന്ന് ഇതുപോലൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെങ്കിൽ അതിനു പുറകിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. സ്വതവേ ശാന്ത സ്വഭാവമുള്ള കേശവനാഥ് ഇന്ന് വളരെ അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തോ വലിയ സംഗതിയാണ് പ്രൊഫസർ പറയാൻ പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. സ്റ്റുഡൻസ് എല്ലാവരും നിശബ്ദരായി. പ്രൊഫസർ ആദിശേഷനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വളരെ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്കായി അദ്ദേഹം ഫണ്ട് ശേഖരിക്കുന്നത്. നമ്മുടെ കോളേജിലെ തന്നെ എത്രയോ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് പഠിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നലെ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു. ആ അക്കൗണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നു. ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി ആ തുകയെ ആശ്രയിച്ചായിരുന്നു. അതറിഞ്ഞതും അദ്ദേഹം കുഴഞ്ഞു വീണ് ഇപ്പോൾ ആശുപത്രിയിലാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ ആരെയും ഭയപ്പെടാതെ അത് തുറന്നു പറയണം. അത്രയും പറഞ്ഞ് കേശവ്നാഥ് നിർത്തി. സാറിപ്പോ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവും നഷ്ടപ്പെട്ട ആ പണത്തെക്കുറിച്ചോർത്ത്. എനിക്ക് വേണമെങ്കിൽ അത്രയും തുക കൊടുത്ത് സാറിനെ സഹായിക്കാം. പക്ഷേ അത് സാറിനെ പോലുള്ള ഒരാള് തീർച്ചയായും സ്വീകരിക്കില്ല. പിന്നെ ഒരേ ഒരു മാർഗേ ഉള്ളൂ. എടുത്തയാള് തന്നെ തിരിച്ചു നൽകിയെന്നൊരു കള്ളം പറഞ്ഞ് സാറിനെ വിശ്വസിപ്പിക്കുക. അതിനാദ്യം അങ്ങനെ ഒരു മെസ്സേജ് സാറിന് അയക്കണം. പിന്നെ അക്കൗണ്ടിലേക്ക് ആ പണവും കൂടി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും. ശ്രാവൺ ചിന്തിച്ചു. അവൻ വേഗം അവന്റെ റൂമിലേക്ക് നടന്നു. ഇതേ സമയം തന്റെ ക്യാബിനിൽ അസ്വസ്ഥനായിരിക്കുകയായിരുന്നു കേശവ്നാഥ്. ആ സമയത്താണ് ഡോറിൽ ആരോ മുട്ടിയത്. അതേ ദേഷ്യത്തോടെ തന്നെ കേശവ്നാഥ് പറഞ്ഞു, കം ഇൻ. വാതിൽ തുറന്ന് മേഘ അകത്തേക്ക് കയറി. അവളെ കണ്ടതും കേശവ്നാഥ് ഇവൾക്ക് എന്താണ് ഇവിടെ കാര്യമെന്ന മട്ടിൽ അവളെ നോക്കി. സർ, വളരെ വിഷമത്തോടെ മേഘ കേശവനാഥിനെ വിളിച്ചു. ഈ സമയത്ത് മേഘ എന്താ ഇവിടെ? അത് കേട്ടതും അവൾ അല്പം കൂടി പ്രൊഫസറിന് അരികിലേക്ക് നീങ്ങി. സർ, ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ആദിശേഷൻ സാറിന്റെ പണം തട്ടിയെടുത്തത് അതാരാണെന്ന് എനിക്കറിയാം. അത് കേട്ട് കേശവനാഥ് ഒന്ന് ഞെട്ടി. മേഘയ്ക്ക് പണം തട്ടിയെടുത്ത ആളെ അറിയാമെന്നത് പ്രൊഫസർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആരാ അത് ചെയ്തേ? പ്രൊഫസർ മേഘയോട് ചോദിച്ചു. സർ, ശ്രാവണ അത് ചെയ്തേ. ഐ മീൻ ശ്രാവൺ ദേവ്. വലിയ രഹസ്യം വെളിപ്പെടുത്തുന്നത് പോലെ മേഘ പറഞ്ഞു. വാട്ട് നോൺസെൻസ്! നോക്ക്, നിങ്ങളുടെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനുള്ള ഇടമല്ല ഇത്. എന്തിന്റെ പേരിലാ ശ്രാവണിനെതിരായി നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്? മതിയായ തെളിവ് നിങ്ങളുടെ പക്കലുണ്ടോ? കേശവ്നാഥ് മേഘയോട് ചോദിച്ചു.
തെളിവുണ്ട് സർ. നമുക്കെല്ലാവർക്കും അറിയാം അവനൊരു ദരിദ്രനായ വിദ്യാർത്ഥിയാണെന്ന്. എന്നാ കഴിഞ്ഞ ദിവസം അയാൾ ഒരു ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സഹായത്തിനായി 25 ലക്ഷം രൂപ സംഭാവന നൽകി. ലോട്ടറി അടിച്ച പണമാണതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും 25 ലക്ഷം കൂടി അവർക്ക് അയാൾ കൊടുത്തു. പോരാത്തതിന് അയാളുടെ ഗേൾഫ്രണ്ടിന് വില കൂടിയ പല സമ്മാനങ്ങളും അയാൾ വാങ്ങി നൽകിയിട്ടുണ്ട്. പണമില്ലാത്ത ഒരാൾ ഇതൊക്കെ എങ്ങനെയാ ചെയ്യാ? മേഘ പ്രൊഫസറിനോട് ചോദിച്ചു. വേറെ ആരെങ്കിലും ഉണ്ടോ ഇതറിയുന്ന ആളുകൾ? പ്രൊഫസർ ചോദിച്ചപ്പോൾ മേഘ ചാടിക്കേറി പറഞ്ഞു, രാഹുലിനും ദിനേശിനും എല്ലാം അറിയാം. പലയിടത്തും വെച്ച് പണം വാരിക്കോരി ചെലവഴിക്കുന്ന ശ്രാവണിനെ അവർ കണ്ടിട്ടുണ്ട്. ശ്രാവണാണിത് ചെയ്തതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാ തീർച്ചയായും ഞാൻ അവനെ പോലീസിൽ ഏൽപ്പിക്കും. താര അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അവൾ നേരെ ആദിശേഷന്റെ അരികിലേക്ക് ചെന്നു. ആദിശേഷന് വളരെ പ്രിയപ്പെട്ടൊരു സ്റ്റുഡന്റ് ആയിരുന്നു താര. ജോലി ചെയ്ത് നന്നായി പഠിക്കുന്ന അവളെ ആദിശേഷൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. വിഷമിച്ചിട്ട് എന്താണ് താര കാര്യം? നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പഠിക്കണം. സങ്കടപ്പെട്ടിരിക്കുന്ന താരയെ നോക്കി ആദിശേഷൻ പറഞ്ഞു. വാതിൽ തുറന്ന് മേഘയും കേശവനാഥും രാഹുലും ദിനേശും അങ്ങോട്ട് വന്നു. ആദിശേഷൻ, ഇപ്പൊ എങ്ങനെയുണ്ട്? കേശവനാഥ് തിരക്കി. ഇപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. മേഘയെ കണ്ട ഭാവം പോലും നടിക്കാതെ നിൽക്കുന്ന താരയെ കണ്ടതും മേഘയ്ക്ക് ദേഷ്യം വന്നു. നീ എന്താടി ഇവിടെ? അവന്റെ കൂടെ കൂടി ചെയ്തു കൂട്ടിയതൊന്നും മതിയാവാഞ്ഞ് ഇനിയും ഓരോന്ന് ചെയ്യാൻ വേണ്ടി വന്നതാ? മേഘ ദേഷ്യത്തോടെ ചോദിച്ചു. താൻ എന്തിനാ ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത്? കേശവനാഥ് ചോദിച്ചു. സർ, ഇതാണ് ഞാൻ പറഞ്ഞ ശ്രാവണിന്റെ കാമുകി. ഇവക്ക് വേണ്ടിയാ ശ്രാവൺ വില കൂടിയ വസ്ത്രങ്ങൾ എടുത്തു നൽകുന്നത്. എടോ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. തന്റെ പണം മോഷ്ടിച്ചത് ശ്രാവണാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈയിടെയായിട്ട് അയാൾ ഒരുപാട് പണം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. നമുക്ക് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നതാ. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഇത്രയും വലിയ തുകയെല്ലാം ചെലവഴിക്കുക എന്ന് പറയുമ്പോ അതിലെന്തോ ഉണ്ടെന്ന് എനിക്കും തോന്നുന്നു. അത് കേട്ടതും ആദിശേഷൻ കോപത്തോടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു. നിങ്ങൾ എന്തൊക്കെ വിഡിത്തായി പറയുന്നേ? ശ്രാവണിനെ എനിക്ക് നന്നായിട്ടറിയാം. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ആദിശേഷൻ പറഞ്ഞു. സർ, ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഒരുപാട് തെളിവുകളുണ്ട്. നമുക്ക് ഇവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം. അവര് തെളിയിക്കട്ടെ എല്ലാം, രാഹുൽ പറഞ്ഞു. എന്താ താര, എന്താ തനിക്ക് പറയാനുള്ളത്? കേശവനാഥ് താരയെ നോക്കി ചോദിച്ചു. സർ, നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുക. ശ്രാവൺ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദരിദ്രനായ ആളല്ല. അയാൾ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്. അയാൾക്കൊരിക്കലും മോഷ്ടിക്കേണ്ട കാര്യമില്ല, താര പേടിയോടെ പറഞ്ഞു. നമുക്ക് സത്യം പുറത്തു കൊണ്ടുവന്നേ പറ്റൂ ആദിശേഷൻ. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. എന്താ നടന്നതെന്ന് കൃത്യമായൊന്ന് പറയാമോ? ഇന്നലെ എന്റെ ഫോൺ കാണാതായി. അതിന് ലോക്കില്ലായിരുന്നു. പണം നഷ്ടപ്പെട്ടാലോ എന്നോർത്ത് ഞാൻ നേരെ ബാങ്കിലേക്ക് പോയി. എനിക്ക് കാർഡ് ഫ്രീസ് ചെയ്യണമെന്ന് തോന്നി. ബാങ്കിൽ ചെന്നപ്പോഴാ പണം നഷ്ടപ്പെട്ട കാര്യം ഞാൻ അറിയുന്നത്. അത്രയും കുറച്ച് സമയം കൊണ്ട് ആരോ എന്റെ പണം മുഴുവനും തട്ടിയെടുത്തു, ആദിശേഷൻ പറഞ്ഞു നിർത്തി. ആദിശേഷൻ തന്റെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് താര ശ്രദ്ധിച്ചു. അപ്പോഴാണ് അവൾക്ക് ആ ഗ്രൗണ്ടിൽ നിന്നും കിട്ടിയ ഫോണിന്റെ കാര്യം ഓർമ്മ വന്നത്. അത് പോക്കറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അവളുടെ കൈ അറിയാതെ പോക്കറ്റിൽ അമർന്നു. മേഘ അത് ശ്രദ്ധിച്ചിരുന്നു. അവളുടെ കള്ളത്തരം പെട്ടെന്ന് മേഘയ്ക്ക് മനസ്സിലായി. ഒറ്റക്കുതിപ്പിന് അവളുടെ പോക്കറ്റിലെ ഫോൺ മേഘ പുറത്തേക്കെടുത്തു. സർ, ഇതല്ലേ സാറിന്റെ നഷ്ടപ്പെട്ട ഫോൺ എന്ന് ആദിശേഷനോട് മേഘ ചോദിച്ചു. തന്റെ നഷ്ടപ്പെട്ട ഫോൺ താരയുടെ കയ്യിൽ കണ്ടതിന്റെ അത്ഭുതത്തോടെ അതെ എന്ന് ആദിശേഷൻ തലയാട്ടി. അതോടെ എല്ലാവരും ഞെട്ടി.